everyone, it's me Rahul. Welcome to Mentor Effects YouTube channel. So നമുക്ക് പെട്ടെന്ന് മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓപ്ഷൻ ചെയിനും പിന്നെ എങ്ങനെയാണ് മാർക്കറ്റിൽ രാവിലെ നിങ്ങളുടെ ബയർ സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വരാം. ഓക്കെ, സോ ഇന്ന് രാവിലെ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ എന്താണ് വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു എന്താണ് ഇതായിരുന്നു ഒരു നെഗറ്റീവ് ക്യാൻഡിലായിരുന്നു, ഓപ്പൺ ലോ ക്യാൻഡിലായിരുന്നു. സോ ഓപ്പൺ ലോ ക്യാൻഡിൽ രാവിലെ നെഗറ്റീവ് ക്യാൻഡിൽ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം 9:50 നിങ്ങൾ മാർക്കറ്റിലിരിക്കുന്നതിന് മുന്നേ നിങ്ങൾ 8:45 തന്നെ മാർക്കറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് ഗ്ലോബൽ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ രാവിലെ ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരുന്നു. ആൻഡ് നമ്മൾ NSE പോയി കഴിഞ്ഞാൽ നമുക്ക് NSE പോയി മാർക്കറ്റ് ഡാറ്റയിൽ പോയിട്ട് പ്രീ ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് എന്താണ് അഡ്വാൻസ് 13, ഡിക്ലൈൻ 35. മാർക്കറ്റ് എന്നാണ് ഓപ്പണിംഗ് ചെയ്യുന്നൊരു നെഗറ്റീവ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലായി, പ്രീ മാർക്കറ്റ് മനസ്സിലായി. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഹീറ്റ് മാപ്പിൽ പോവാം. ഹീറ്റ് മാപ്പിൽ ഇവിടെ ഞാൻ ഹോമിൽ ഈ ഒരു ബാർ, ഓക്കെ, ഹീറ്റ് മാപ്പിൽ പോയിട്ട് ഹീറ്റ് മാപ്പിൻ്റെ സ്ട്രീമിംഗ് ഓൺ ചെയ്തിട്ട് ബോർഡർ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലാകുന്നുണ്ട്, നിഫ്റ്റി കംപ്ലീറ്റ്ലി നെഗറ്റീവാണ്. നിഫ്റ്റിയുടെ എല്ലാ മെയിൻ ഇൻഡെക്സും നെഗറ്റീവാണ്. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഇന്ന് മാർക്കറ്റ് നെഗറ്റീവിൽ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പിന്നെയും 9:50, 9:45 ആവുന്നതിന് മുന്നേ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ വിക്സിൻ്റെ ഇത് ഓപ്പൺ ചെയ്യാം. ഇന്ത്യ വിക്സ്, അതായത് ദെന്നിലെ ഏത് ബ്രോക്കറിലും നിങ്ങൾ ഇന്ത്യ വിക്സ് സെർച്ച് ചെയ്താൽ ഇന്ത്യ വിക്സ് കിട്ടും. ഇന്ത്യ വിക്സ് പോസിറ്റീവ് ആണെങ്കിൽ നിഫ്റ്റി എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. എന്താണ്, ഇന്ത്യ വിക്സ് പോസിറ്റീവ് ആണെങ്കിൽ നിഫ്റ്റി നെഗറ്റീവ് ആയിരിക്കും. ഇന്ത്യ വിക്സ് നെഗറ്റീവ് ആണെങ്കിൽ നിഫ്റ്റി എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. മാർക്കറ്റിൽ ഇന്ത്യ വിക്സ് കാണിക്കുന്നത് മാർക്കറ്റിൻ്റെ ഫിയർ ആണ്. ഓക്കെ, മാർക്കറ്റിൽ ഫിയർ ഉണ്ടെങ്കിൽ മാർക്കറ്റ് പോസിറ്റീവിൽ പോവും, നെഗറ്റീവിൽ പോവും. ഇന്ത്യ വിക്സ് മുകളോട്ട് പോകും. അതായത് ഫിയർ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് വോൾട്ടാലിറ്റി ഇൻഡെക്സും കൂടെയാണ്. അത് വേറെ ക്ലാസ് ഇതിൽ പറഞ്ഞുതരാം. ജസ്റ്റ് ഇതിപ്പം സിമ്പിളായിട്ട് നിങ്ങൾ മാർക്കറ്റിൻ്റെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ബയാസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ വിക്സ് പോസിറ്റീവിലാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് എന്തായിരിക്കും, അന്ന് നെഗറ്റീവ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് രണ്ടും മനസ്സിലായല്ലോ. ആൻഡ് ഇനി നമുക്ക് പോകേണ്ടത് ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞ പോലെ നമ്മുടെ ഇതാണ് ഓപ്ഷൻ ചെയിൻ അനാലിസിസ്. ഓക്കെ, ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ നമ്മളൊന്നുമില്ല, മാർക്കറ്റ് നിൽക്കുന്ന സ്ഥലം, മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 614 ഈ 614 എന്ന് പറയുന്നത് 614, അത് 614 ഇപ്പോൾ ഇവിടെയാണ്. അപ്പം ഇതിൻ്റെ റൗണ്ട് നമ്പറാണ് വരിക. 50-50 കൗണ്ടാണ് മോളും താവട്ടും വരിക. അപ്പോൾ 614 ഏറ്റവും അടുത്തുള്ള റൗണ്ട് നമ്പർ എത്രയാണ്, 600 അല്ലേ, 600. ഇപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന 500 അടുത്ത മണി. അപ്പം പക്ഷേ സ്പോട്ടിൽ കാണിക്കുന്നത് എന്താണ്, ഈ മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ അത് വെച്ച് പറഞ്ഞിരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനകത്ത് 500 കാണിക്കുന്നത്. കാരണം ഓപ്ഷൻ ചെയിൻ മൂവ് ചെയ്തിട്ടില്ല, സ്പോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അത് ആ CASൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടാണ്. ഇപ്പം 614 ഈ 600ൻ്റെ മുകളിലും താഴെയുള്ള സ്ട്രൈക്ക് പ്രൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റ് ദ മണി. അതായത് മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 500 മാർക്കറ്റ് നിൽക്കുക, 500ൻ്റെ തൊട്ട് മുകളിലും തൊട്ട് താഴെയുള്ള സ്ട്രൈക്ക് പ്രൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റ് ദ മണി. ഓക്കെ, മാർക്കറ്റ് ഓൾറെഡി ഇപ്പം താഴേന്ന് മുകളിലോട്ടാണ് കയറി വന്നിട്ടുള്ളത് അല്ലേ, താഴേന്ന് മുകളിലോട്ട് മാർക്കറ്റ് കയറി വന്നിട്ടുള്ളത്. 24,300 മാർക്കറ്റ് മുകളിലോട്ട് കയറിയാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 24,300 ഈ മുകളിലാണുള്ളത്. മാർക്കറ്റ് മുകളിൽ നിന്ന് കയറിയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ ദ മണി. അതായത് സ്ട്രൈക്ക് പ്രൈസിൻ്റെ മുകളിലുള്ള ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ ദ മണി. ഇനി മാർക്കറ്റ് പോകാനുള്ളത് മുകളിലോട്ടാണ്. 24,550, 600 മുകളിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പ്രൈസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഔട്ട് ദ മണി. മനസ്സിലായല്ലോ. സ്പോട്ട് പ്രൈസിനെ വിളിക്കുന്ന പേരാണ് അറ്റ് ദ മണി. മാർക്കറ്റ് ഓൾറെഡി ക്രോസ് ചെയ്ത് വന്ന പ്രൈസിനെ വിളിക്കുന്ന പേരാണ് ഇൻ ദ മണി. ഇനി മാർക്കറ്റ് പോകാനുള്ള പ്രൈസിനെ വിളിക്കുന്ന പേരാണ് ഔട്ട് ദ മണി. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പുട്ട് സൈഡ്. മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി വീണ സ്ഥലം, മുകളിൽ നിന്ന് താഴോട്ടാണ് വീണിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്, ഇൻ ദ മണി. മാർക്കറ്റിന് താഴോട്ട് വീഴാനുള്ളത്, വീണ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് ഔട്ട് ദ മണി. മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് അറ്റ് ദ മണി. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ട്രൈക്ക് പ്രൈസിൻ്റെ ഡെൽറ്റ വാല്യൂ എത്രയാണെന്നാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഗാമ, വേഗ, തീറ്റ, ഡെൽറ്റ എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ട്രൈക്ക് പ്രൈസിന് ഡെൽറ്റ വാല്യൂ എത്രയാണെന്നാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും 0.5 ഈ ഒരു റേഞ്ചിലുള്ള ഡെൽറ്റയെ എപ്പോഴും സ്ട്രൈക്ക് പ്രൈസ് എപ്പോഴും ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അത് ഓൾവേസ് അറ്റ് ദ മണിയുടെ ഡെൽറ്റ ഏകദേശം 0.5 ആയിരിക്കും. ഓക്കെ, 0.5 എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് 10 രൂപ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീമിയം എത്ര രൂപ മൂവ് ചെയ്യും എന്നാണ് ഡെൽറ്റ കാണിക്കുന്നത്. അതായത് മാർക്കറ്റ് ഇവിടുന്ന് ഒരു 100 രൂപ മൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഒരു 10 രൂപ മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ച പ്രീമിയം എത്ര രൂപ മൂവ് ചെയ്യുന്നതാണ് ഡെൽറ്റ കാണിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ 0.5 എന്ന് പറഞ്ഞാൽ 50 പൈസ. ഓക്കെ, അപ്പം മാർക്കറ്റ് 10 രൂപ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 146 പ്രീമിയം 5 രൂപ മൂവ് ചെയ്യും. അപ്പം ഈ 0.5 ഇവിടെ
രൂപ വെച്ചിട്ട് ആഡ് ഓൺ ആവും. ഓക്കെ, അപ്പോൾ 0.5 എത്രയാവും? ഇത് 5 രൂപ ഇവിടെ മൂവ് ചെയ്യും. മാർക്കറ്റ് 10 രൂപ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 146 എന്താവും? 151 ആവും. 5 രൂപ മൂവ് ചെയ്യും. മാർക്കറ്റ് 100 രൂപ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീമിയം ഇവിടെ എന്ത് ചെയ്യും? 50 രൂപ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റയ്ക്ക് ഡ്രൈവ് ഇപ്പം പ്രീമിയം നമ്മുടെ പ്രീമിയത്തിന് ഡ്രൈവ് കൊടുക്കുന്നതാണ് ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ 0.5 ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രീമിയത്തിന് മൂവ്മെൻറ്റ് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രീമിയം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് നോക്കണം? നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രീമിയത്തിന് ഡെൽറ്റ എത്രയാണ്? 0.5 ആണെന്ന് നോക്കണം. 0.5 ആണെങ്കിൽ അത് എടുത്താൽ മതി, നിങ്ങളുടെ പ്രീമിയത്തിന് ഡ്രൈവ് വരും. പക്ഷേ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ വാല്യൂ കൂടുതലാണ്, അത് അപ്പം പ്രീമിയത്തിൻ്റെ വിലയും കൂടുതലാണ്. അപ്പം ഈ ഡെൽറ്റ വാല്യൂ 0.96 എന്ന് പറഞ്ഞാൽ പ്രീമിയം സ്പോട്ട് 100 രൂപ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീമിയം എത്ര മൂവ് ചെയ്യും? 100 രൂപ മൂവ് ചെയ്യും. അതുകൊണ്ട് അതെന്താണ്? 0.96 ആണ്. ഡെൽറ്റ ഏകദേശം 1 രൂപയുടെ അടുത്തുണ്ട്. ഓക്കെ, ഇതിപ്പം പ്രീമിയം 0.7 ആണ്, അതായത് ഇൻ ദ മണിയാണ് ഇതും. അപ്പോൾ പ്രീമിയം 10 രൂപ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോട്ട് 10 രൂപ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രീമിയം 7 രൂപ മൂവ് ചെയ്യും. ഓക്കെ, താഴോട്ട് പോയി കഴിഞ്ഞാൽ ഔട്ട് ദ മണിയാണ്. അപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഡെൽറ്റ വാല്യൂ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പം പ്രീമിയം 10 രൂപ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എത്ര രൂപ മൂവ് ചെയ്തുള്ളൂ? മൂവ് ചെയ്തിട്ടുള്ളൂ? ഏകദേശം 2 രൂപ 3 രൂപയൊക്കെ മൂവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്, 0.1 ഉള്ളൂ. അപ്പോൾ പ്രീമിയം മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ഇത് 10 രൂപ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ പ്രീമിയം മൂവ് ചെയ്യുന്നത് 1 രൂപ അല്ലെങ്കിൽ 50 പൈസയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾവേസ് സെലക്ട് ചെയ്യേണ്ടത് ഡെൽറ്റ വാല്യൂ 0.5 ഉള്ളത് നോക്കിയാണ് നിങ്ങൾ എപ്പോഴും സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാൻ. ആൻഡ് ഡെൽറ്റ വാല്യൂ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കണം അതിൻ്റെ ഗാമ എത്രയാണ്. ഗാമ എപ്പോഴും 0.10യുടെ മുകളിലുള്ള വേണം ഡെൽറ്റ സെലക്ട് ചെയ്യാൻ. കാരണം ഗാമ 0.10ക്ക് മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഡെൽറ്റയ്ക്ക് ഡ്രൈവ് കിട്ടത്തുള്ളൂ. ഡെൽറ്റയ്ക്ക് ഡ്രൈവ് കിട്ടിയാൽ മാത്രമേ പ്രീമിയത്തിന് ഡ്രൈവ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളിത് 3 നോക്കണം, ഗാമ വാല്യൂ, ഡെൽറ്റ വാല്യൂ, ഇത് രണ്ടും നോക്കിയിട്ട് വേണം നിങ്ങളുടെ പ്രീമിയം ചൂസ് ചെയ്യാൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഓപ്ഷൻ ചെയ്യേണ്ട ഒരു സിമ്പിൾ അനാലിസിസ്. മുകളിലുള്ളത് ഇൻ ദ മണി, അറ്റ് ദ മണി, താഴെയുള്ളത് ഔട്ട് ദ മണി. ഓക്കെ, സിമ്പിൾ അനാലിസിസ്. പിന്നെ നിങ്ങൾ മാർക്കറ്റിൽ നോക്കേണ്ട വേറൊരു കാര്യം, മാർക്കറ്റിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് കലണ്ടർ ഒരു നല്ല ട്രേഡർ എന്നും നോക്കണം. അതിൽ ഇന്ത്യ ആൻഡ് USA സെലക്ട് ചെയ്ത് തരണം, USA ആൻഡ് ഇന്ത്യ. അപ്പം നാളെ നമുക്ക് എന്തുണ്ട്? RBI റേറ്റ് കട്ട് ഡിസിഷൻ ഉണ്ട്. അപ്പോൾ നാളെ മാർക്കറ്റിൽ എന്താണ്? ഹൈ ഇമ്പാക്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ നാളെ രാവിലെ തന്നെ ഒരു പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്യാതിരിക്കുക, നാളെ ന്യൂസ് എന്ന് നോക്കുക, ന്യൂസ് കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റിൽ നാളെ വോൾട്ടാലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ US ആണെങ്കിൽ US ഇത് 6-ാം തീയതി. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ന്യൂസ് വരിക. അപ്പോൾ ഈ ന്യൂസൊന്നും വലിയ ഇമ്പാക്റ്റ് ഇല്ല. ന്യൂസിൻ്റെ 19-ാം തീയതി US ഇതുണ്ട്, FOMC മീറ്റിംഗ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? 18-ാം തീയതി നിങ്ങൾ അല്ലെങ്കിൽ 19-ാം തീയതി രാവിലെ, അവിടെ 19-ാം തീയതി രാവിലെ ആകുമ്പോൾ ഇവിടെ വൈകുന്നേരമാണ്, നിങ്ങളുടെ രാത്രിയാണ് നമ്മുടെ ഇവിടുത്തെ 19-ാം തീയതി രാവിലെ ആവുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്യാതിരിക്കണം. കാരണം ഇത് മാർക്കറ്റിൽ എന്ത് ചെയ്യും? ഭയങ്കര ഇമ്പാക്റ്റ് വരും. അപ്പോൾ ഈ മാർക്കറ്റിൽ ഗ്യാപ് ഡൗണിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് നാളെ തുറക്കുന്നത് ഗ്യാപ് ഡൗണിലായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നതിന് മുന്നേ എക്കണോമിക് കലണ്ടർ എടുത്തിട്ട് നോക്കണം ഏതെങ്കിലും ന്യൂസ് USA അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ് USA വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇനി അടുത്ത ഇവൻറ്റ് വരുന്നത് 19-ാം തീയതിയാണ്. അപ്പോൾ 19-ാം തീയതി നിങ്ങൾ നാട്ടിൽ, ഞാൻ USA ഉള്ളത്, അപ്പോൾ നിങ്ങൾ 19-ാം തീയതി നാട്ടിൽ ഒരു പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മുടെ കറണ്ട് ആ ദിവസം തന്നെ ആയിരിക്കും ഇമ്പാക്റ്റ് വരിക. അതുകൊണ്ട് വലുതായിട്ട് മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യുന്ന പ്രശ്നം വരത്തില്ല. ലൈവ് ട്രേഡ് ചെയ്യുമ്പോഴാണ് ഇമ്പാക്റ്റ് വരിക. അപ്പോൾ നിങ്ങൾ നാളെ RBI റേറ്റ് കട്ട് ഡിസിഷൻ ഉണ്ട്, അത് ആലോചിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഇനി നമുക്ക് പെട്ടെന്ന് എങ്ങോട്ട് പോകാം? നമ്മുടെ ചാനലിലോട്ട് പോകാം. ഓക്കെ, ഞാൻ സ്പീഡിലാണ് പറഞ്ഞു വന്ന് സമയം ലേറ്റായി. അപ്പോൾ നമ്മൾ രാവിലെ എന്ത് മനസ്സിലായി? രാവിലെ നമുക്ക് ഇവിടെ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. ഓപ്പൺ ഇസിക്കൽ ടു ലോ, ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ക്യാൻഡിൽ. ഇസ് മീൻസ് മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തോ അവിടെ തന്നെ മാർക്കറ്റിൻ്റെ ഹൈയോ ആണ്. അപ്പോൾ മാർക്കറ്റിൽ സെല്ലർ ആക്റ്റീവ് ആണെന്ന് മനസ്സിലായി. മാർക്കറ്റ് താഴോട്ട് വന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഇന്നലെ വരച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് 645. ഓക്കെ, സോ ഇത് നമ്മുടെ ഇതെന്തായി? നമ്മുടെ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. മാർക്കറ്റ് താഴെയുള്ളത് മുകളിലോട്ട് വന്നപ്പോൾ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. എക്സാക്ട് നമ്മുടെ റെസിസ്റ്റൻസിൽ എന്ത് വന്നു? ഒരു ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു പിൻ ബാർ വന്നു. സോ നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിൻ ബാർ. ഓക്കെ, ഷൂട്ടിംഗ് സ്റ്റാർ, പിൻ ബാർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ പാറ്റേൺ. സോ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ പാറ്റേൺ എന്താണ്? ഇതിൻ്റെ കളർ മാറ്റർ അല്ല, ഗ്രീനോ ബ്ലൂവോ അല്ല, ഗ്രീനോ റെഡോ. ചിലപ്പോൾ ഇത് റെഡ് ആവാം, ചിലപ്പോൾ ഇതുണ്ട്, ഇവിടെ ഇത് റെഡാണ്, ഇപ്പുറത്തത് എന്താണ്? ഗ്രീനാണ്. ഓക്കെ, സോ കണ്ടോ എക്സാക്ട് ക്യാൻഡിൽ പാറ്റേൺ, സെയിം ടു സെയിം. ഓക്കെ, ഇതാണ് മാർക്കറ്റ് നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യണമെന്ന് എപ്പോഴും പറയുന്നത്. മാർക്കറ്റ് അറ്റ് ദ ടോപ്പ് നമുക്ക് എൻട്രി വന്നിട്ടുണ്ട്, കണ്ടോ?
അറ്റ് ദ ടോപ്പ് നിന്ന് 645 എന്ത് വന്നു, ഷൂട്ടിംഗ് സ്റ്റാർ വന്നു. ഉണ്ടോ, ഷൂട്ടിംഗ് സ്റ്റാർ വന്നു. പെർഫെക്റ്റ്. അവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ട് വീണു, താഴോട്ട് വീണു. ഓക്കെ, ഷൂട്ടിംഗ് സ്റ്റാർ വന്നു, താഴോട്ട് വീണു. നിങ്ങൾ കാണുന്നു വിചാരിക്കുന്നു. ഷൂട്ടിംഗ് സ്റ്റാർ ഒന്ന് അപ്പം അത് വന്നത് എവിടെയാണ്, നമ്മൾ വരച്ച പെർഫെക്റ്റ്, അതായത് ഇത്രയും അക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഒരുമിച്ചിരുന്നാണ് വരച്ചത്. ഇത്ര അക്യുറേറ്റ് ആയിട്ട് എന്താണ് ലെവൽസ് ആൾക്കാർ വരയ്ക്കുന്നവരുണ്ടാവും. ബട്ട് യൂട്യൂബ് ചാനലിൽ നിങ്ങളത് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. ഇന്നലെ ഉണ്ടായിരുന്നു നമ്മുടെ ലെവൽസും, ഇന്നലെ അല്ല എപ്പോഴും പെർഫെക്റ്റ് ആണ് നമ്മുടെ ലൈൻസ് പോവാറ്. അപ്പം ഈ ലൈൻസ് വരയ്ക്കുന്നത് ഞാൻ മുന്നേയും വരച്ച് പഠിപ്പിക്കാറുണ്ട്, നമ്മുടെ കോഴ്സിലും പഠിപ്പിക്കാറുണ്ട്. സോ നിങ്ങളത് നോക്കിയിട്ട് ലൈൻസ് വരച്ച് വെക്കുക. സോ ഈ ലൈൻ പെർഫെക്റ്റ് ഇവിടുന്ന് ഷൂട്ടിംഗ് സ്റ്റാർ, റിജക്ഷൻ താഴെ, ഇതിന് താഴെ എൻട്രി, ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ്, ഫസ്റ്റ് ടാർഗറ്റ് ഈ ലോ, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ. ഞാൻ 24,450 ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു പുൾ ബാക്ക് പ്രതീക്ഷിച്ചിരുന്നു. ഏകദേശം ആ റേഞ്ചിൽ നിന്ന് ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, നാളെ അപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നാളെ 24,600 താഴെ ഇനി നമ്മൾ സെൽ ഓൺ ദ റൈസ് തന്നെയാണ്. ഓക്കെ, 600 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീണ്ടും സെൽ ഓൺ ദ റൈസ് ചെയ്യാം. ഈ ലോ നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ താഴോട്ട് ട്രേഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് 24,335, 24,300 താഴോട്ടുള്ള റേഞ്ച്. മോളോട്ട് മാർക്കറ്റ് 24,600 മുകളിൽ 24,600 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 24,600 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ബൈയിലോട്ട് പോകും 24,600 മുകളിൽ. അതില്ലെങ്കിൽ 24,600 താഴെ എന്താണ് നമ്മൾ ബിയർഷ് തന്നെയാണ്. ഞാൻ ലാസ്റ്റ് വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് നിൽക്കുന്നത് ഒരു മന്ത്ലിയിൽ ഒരു ഇൻസൈഡ് ബാറിൻ്റെ ഉള്ളിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നിങ്ങൾ ഓർമ്മയുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നിൽക്കുന്നത് ഇൻസൈഡ് ബാറാണ്, ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇപ്പം ഇവിടെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് കഴിഞ്ഞ 2 വട്ടം ഇവിടുന്ന് വലിയ ഫാൾ വന്ന ആ ഒരു സോണാണ് മാർക്കറ്റ്. അതുകൊണ്ടാണ് അവിടെ സെല്ലർ ആക്റ്റീവ്. മാർക്കറ്റ് ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്ത് ഇതിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് പ്രതീക്ഷിക്കാം മാർക്കറ്റിൽ. ഓക്കെ, പക്ഷേ അതിന് മാർക്കറ്റ് എന്ത് ചെയ്യണം, 24,600 മുകളിൽ മാർക്കറ്റ് കയറി ഹോൾഡ് ചെയ്യണം. മാർക്കറ്റ് ലാസ്റ്റ് ദിവസവും 24,600 റിജക്ഷൻ വന്നു. ഇന്നലെയും മാർക്കറ്റ് 24,600 ഈ റേഞ്ചിൽ നിന്ന് തന്നെ റിജക്ഷൻ വന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് നേരെ നാളെ കയറി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിൽ ട്രേഡ് വരും. അല്ലെങ്കിൽ ഇതിനുള്ളിലാണെങ്കിൽ സെൽ ഓൺ ദ റൈസ് ആണ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ടാർഗറ്റ് ഇവിടെ താഴെ വന്നിട്ട് നമുക്ക് ബൈ ഓൺ ദ ഡിപ്പ് നോക്കാം. തൽക്കാലം ഇവിടെ സെൽ ഓൺ ദ റൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ വീഡിയോ നാളെ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.